ലോകം മുഴുവൻ സമാധാനം പരത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യയുമായും ചൈനയുമായും ഒക്കെ കൂടുതൽ അടുപ്പത്തിനാണ് ട്രംപ് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുമായി അടുത്ത് തന്നെ വലിയൊരു വ്യാപാര കരാർ ഉണ്ടാവുമെന്ന സൂചന നൽകിയിട്ടുള്ളത്. ഇന്ത്യ മാത്രമല്ല, ചൈനയെയും വെറുതെ വിടാൻ ട്രംപ് ഉദ്ദേശിക്കുന്നില്ലത്രേ. ചൈനയുമായും വ്യാപാര കരാർ ഒപ്പുവെച്ചുവെന്നും ട്രംപ് ഒരു പരിപാടിയിൽ സംസാരിക്കുകയെ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാവരും പരസ്പരം ഒരു കരാർ ഉണ്ടാക്കാനും അതിൽ പങ്കാളികളാവാനും ആഗ്രഹിക്കുന്നുണ്ടെന്നും ഞങ്ങളും ഇപ്പോൾ അതിന് തന്നെയാണ് ശ്രമിക്കുന്നത് എന്നുമാണ് ട്രംപ് പറഞ്ഞത്. അതിന് പ്രകാരം ചൈനയുമായി ഒരു കരാർ അമേരിക്ക ഉണ്ടാക്കിയിട്ടുണ്ടത്രേ. ഇനി ഇന്ത്യയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നും ട്രംപ് പറയുകയുണ്ടായി. ഇന്ത്യയുമായി ഉണ്ടാക്കാൻ പോകുന്ന കരാർ കുറച്ച് വലുതാണത്രേ. ഇന്ത്യയെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കരാർ ആയിരിക്കും അതെന്നും ട്രംപ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോന്നും എല്ലാവരുമായിട്ടും ട്രംപ് ഇങ്ങനെ കരാർ ഉണ്ടാക്കുമെന്ന്. എന്നാൽ ആ ചിന്ത തെറ്റാണ്. അങ്ങനെ എല്ലാവരുമായൊന്നും കരാർ ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് എന്ന് മാത്രമല്ല, ട്രംപിന്റെ താല്പര്യങ്ങളും ഒത്തുവരണം. കരാറിൽ ബന്ധപ്പെടാൻ ട്രംപ് ആഗ്രഹിക്കുന്ന ചില രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയാണ് ഇതിൽ ആദ്യം. എന്നിട്ട് അവർക്കെല്ലാം ഒരു കത്ത് അങ്ങോട്ട് അയക്കും. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരത് അംഗീകരിക്കും, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അതങ്ങ് വിട്ടുകളയുമെന്നാണ് ട്രംപ് പറയുന്നത്. മാത്രമല്ല, ഇന്ത്യയും ചൈനയുമായും ഒക്കെ കരാർ താൻ ഒരിക്കലും ചിന്തിക്കാത്തതായിരുന്നു എന്നും ട്രംപ് പറയുന്നുണ്ട്. ആഗ്രഹമുണ്ടെങ്കിലും നടക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ലത്രേ. എന്നാൽ ഇപ്പോൾ അത് സംഭവിച്ചതിൽ വലിയ സന്തോഷമുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതിനിടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു വ്യാപാര കരാർ ഉടൻ അന്തിമമാക്കാൻ കഴിയുമെന്നും ഇരു രാജ്യങ്ങളും അവരുടെ താല്പര്യങ്ങൾക്ക് അനുയോജ്യമായ പൊതുവായ നിലപാട് കണ്ടെത്തുമെന്നും US ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറത്തിൽ സംസാരിക്കവേ US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കൂടാതെ ഇന്ത്യയും US ഇരു സമ്പദ് വ്യവസ്ഥകൾക്കും ഗുണം ചെയ്യുന്ന നീതിയുക്തവും കൃത്യവുമായ ഒരു വ്യാപാര കരാറിനെ കുറിച്ച് ചർച്ചകൾ നടത്തി വരികയാണെന്ന് ഈ മാസം ആദ്യം കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും പറഞ്ഞിരുന്നു. എന്നാൽ കരാറിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇരു വിഭാഗങ്ങളും പങ്കുവച്ചിരുന്നില്ല. US ഇന്ത്യയും വളരെ അടുത്ത സുഹൃത്തുക്കളും സഖ്യകക്ഷികളും തന്ത്രപരമായ പങ്കാളികളുമാണെന്ന് എടുത്തു പറഞ്ഞ പീയൂഷ് ഗോയൽ ഈ വ്യാപാര കരാർ ഉഭയകക്ഷി വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള അവസരമാണെന്നും എടുത്തു പറഞ്ഞിരുന്നു. ഇന്ത്യ ഇതിനെ വളരെ സൗഹൃദപരമായി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ ഇപ്പോഴും ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചത് താനാണെന്നുള്ള ട്രംപിന്റെ തള്ളുകൾ കുറച്ചൊന്നുമല്ല ഇന്ത്യയെ അലോസരപ്പെടുത്തുന്നത്. എന്നാൽ നോബൽ പ്രൈസ് എന്ന ഒരൊറ്റ മന്ത്രത്തിൽ മാത്രം ട്രംപ് കുരുങ്ങി കിടക്കുമ്പോൾ ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കുമെന്ന കണക്കുകൂട്ടലും ഇന്ത്യക്കുണ്ട് എന്ന് പറയാതെ വയ്യ.